പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര പോത്തുണ്ടി ഡാമിലേക്കാണ്. നമുക്ക് യാത്ര തുടങ്ങാം. പാലക്കാട് സന്ദർശിക്കുന്നവർക്കും അതുപോലെ നെല്ലിയാമ്പതി കാണുവാൻ പോകുന്നവർക്കുമെല്ലാം വളരെ വേഗം എത്തിച്ചേരുവാൻ സാധിക്കുന്ന പ്രകൃതിയോട് ഏറെ ഇണങ്ങി നിൽക്കുന്ന കേരളത്തിന്റെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളിലൊന്നാണ് പോത്തുണ്ടി അണക്കെട്ട്. പാലക്കാട് ജില്ലയിൽ പോത്തുണ്ടി ഗ്രാമത്തിനടുത്തുള്ള ഈ അണക്കെട്ട് 19ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ പോത്തുണ്ടി ഡാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. എടുത്തു പറയുവാൻ വളരെ പ്രത്യേകതകളുള്ള പോത്തുണ്ടി അണക്കെട്ടിന്റെ കോർ ഭിത്തി ശർക്കരയും കുമ്മായവും കലർത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം റിസർവോയറിന്റെ തീരത്ത് നടക്കുന്ന പ്രശസ്തമായ നെന്മാറ വല്ലേങ്കി വേല ഉത്സവമാണ്. ഇവിടെ വന്നപ്പോഴാണ് ആ ഉത്സവത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. ഇനി വരുമ്പോൾ അത് പ്ലാൻ ചെയ്ത് വരാൻ നോക്കണം. വിൻഡോയിലൂടെ ഇരു സൈഡിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് അങ്ങനെ യാത്ര തുടരുമ്പോൾ ആഹാ, അതിൻ്റെ ഒരു സുഖം ഞാൻ എങ്ങനെ പറഞ്ഞറിയിക്കാനാണ്. പാലക്കാട് നെല്ലിയാമ്പതിയുമൊക്കെ എത്ര കണ്ടാലും മതി വരാത്ത സ്ഥലങ്ങൾ തന്നെ. പലപ്പോഴും പറയുന്നത് പോലെ പോകും വഴിയിലെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാതെ ഒരു ലക്ഷ്യം തേടിയുള്ള യാത്രയാണ് നമ്മുടേതെങ്കിൽ ഒരുപക്ഷെ ലക്ഷ്യം നമ്മെ മടുപ്പിച്ചേക്കാം. ജീവിതവും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. ജീവിതം ഒരു യാത്രയാണെങ്കിൽ ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ കാഴ്ചകൾ കണ്ട് പോത്തുണ്ടി ഡാമിൽ വന്നെത്തി. ഉച്ച സമയം, നല്ല പൊള്ളുന്ന ചൂടായിരുന്നു. കുറച്ച് സഹിക്കുക, യാത്രയാകുമ്പോൾ എല്ലാം അതിൻ്റെ ഭാഗം മാത്രം. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറി. ടിക്കറ്റ് റേറ്റ് മുതിർന്നവർക്ക് 20, കുട്ടികൾക്ക് 10, പിന്നെ ക്യാമറ 25 എന്നാണ് ഓർമ്മ. ആദ്യ കാഴ്ച തന്നെ നന്നായി പരിപാലിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് നമ്മൾ വന്നെത്തിയതെന്ന് മനസ്സിലാകും. മുൻപ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ പോത്തുണ്ടി അണക്കെട്ട് പാലക്കാട് ജില്ലയിലെ 5470 ഹെക്ടർ പ്രദേശത്ത് ജലസേചനവും നെന്മാറ, അയലൂർ, മേലാർക്കാട് പഞ്ചായത്തിലേക്ക് കുടിവെള്ള വിതരണവും നൽകുന്നു എന്ന പ്രധാന വസ്തുത കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കുറേ പടികൾ കയറി വേണം മുകളിലെത്തുവാൻ. ആദ്യം കുറച്ച് പടികൾ എണ്ണി, പിന്നെ എണ്ണം തെറ്റി. അതുപോട്ടെ, കേരളത്തിൽ ധാരാളം അണക്കെട്ടുകൾ നമുക്കറിയാം. അവയിൽ ഭൂരിഭാഗവും വൈദ്യുതി ആവശ്യങ്ങൾക്ക് നിർമ്മിച്ചിരിക്കുന്നവയാണ്. എന്നാൽ പോത്തുണ്ടി ഡാം പദ്ധതി കൃഷിക്കും കുടിവെള്ള വിതരണവുമാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്.
ഒപ്പം അടുത്ത കാലത്ത് റിസർവോയർ ഒരു പ്രധാന ഉൾനാടൻ മത്സ്യബന്ധന പദ്ധതി കൂടി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ തന്നെ വല്ലാത്തൊരു ആകർഷണം അനുഭവപ്പെടുന്നു. അപ്പോൾ അവിടെ ഞാൻ കണ്ട കാഴ്ചകളുടെ ഭംഗി എടുത്തു പറയേണ്ട കാര്യമില്ല. അങ്ങ് ദൂരെ കാണുന്ന പച്ച പുതച്ച കുന്നുകളാണ് പാവങ്ങളുടെ ഊട്ടിയായ നമ്മുടെ സ്വന്തം നെല്ലിയാമ്പതി. ആ കുന്നുകളുടെ നിറം പ്രതിഫലിക്കുന്നതാകാം ജലാശയവും പച്ചയായി തന്നെ കാണുകയാണ്. നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന അയലൂർ നദിയുടെ കൈവഴികളായ മീഞ്ചാടിപ്പുഴയ്ക്കും നെൽപ്പുഴയ്ക്കും കുറുകെയാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 30 കിലോമീറ്റർ വിസ്തൃതിയാണ് റിസർവോയറിനുള്ളത്. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ അണക്കെട്ടിൻ്റെ ചരിത്ര പ്രശസ്തിയും ഒപ്പം വിനോദസഞ്ചാരികളെ മാടി വിളിക്കുന്ന നെല്ലിയാമ്പതി കുന്നുകളുടെ വശ്യഭംഗിയും ഒപ്പം സർക്കാർ മുൻകൈയെടുത്ത് നടത്തുന്ന ടൂറിസം പദ്ധതികളും ഓരോ വിനോദസഞ്ചാരികളെയും ഇങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് യാത്ര ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു കാഴ്ചയിൽ നമുക്ക് വീണ്ടും കാണാം.